എന്താ ഈ മഴക്കാല സ്പ്രൈറ്റിന്റെ ആദ്യമായിട്ട് കാണാനോ? ഇത് കഴുകിട്ട് വേണടാ കഴിക്കാന്. ഇത് കഴിച്ചിട്ട് നന്നായി ചവച്ചരച്ച് കുട്ടികളൊക്കെ കഴിച്ചു വരും. എന്ത് മുട്ട ബിരിയാണിയാ? അത് ബിരിയാണി അതാണ് ബിന്ദി. മന്തി അല്ല, ബിരിയാണിത്തെ ബിയും മന്തിത്തെ എന്തിയും ബിന്ദി. ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് സത്യമായിട്ടും. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. പേര് ശരിയായില്ല. പേര് ബിന്ദി. നമ്മൾ ഓരോ ഫുഡിന് നമ്മൾ തന്നെ പേരിടണം, മനസ്സിലായി? ബിന്ദി പറഞ്ഞ ഹിന്ദിയിൽ ബിന്ദി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പൊട്ട്. നമ്മുടെ ബിന്ദി പറഞ്ഞാൽ ബിരിയാണി മന്തി കൂടി മിക്സ്. ഓക്കെ. അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ കുറച്ച് ദിവസമായിട്ടില്ലേ വ്ളോഗ് ഇട്ടിട്ട് തട്ടിക്കൂട്ടി ഓരോ സംഭവങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കുറച്ച് ദിവസം നല്ല ബിസി ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പുതിയ റെസിപ്പിൻ്റെ പേര് കേട്ടിട്ട് ഓന് ഗന്ധം വിട്ട് കേട്ടോ. ബിന്ദി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ പേര്? അപ്പോൾ ഞാൻ തന്നെ ഇട്ടൊരു പേരാണ്, ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവനക്ക് ആ ഒരു റൈസൊക്കെ ഞാൻ ഇവിടെ ബിന്ദി റൈസൊക്കെ ഞാനിവിടെ വിളമ്പി. അതേപോലെ നമ്മൾ അതിന് സൈഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉള്ളി ചിക്കൻ, കുഞ്ഞുള്ളി ചിക്കനില്ലേ, അതായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം ഇരുന്ന് സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കട്ടെ. ഞാൻ ഫുഡ് കഴിച്ചോ, എന്തായിരുന്നു പഠിപ്പിച്ചേ, ഇങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ബിന്ദിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാണ്ടിരുന്ന മോശമല്ലേ. ഞാനിവിടെ ജീരകശാലിൻ്റെ അരി എടുത്തിട്ടുണ്ട്. 2 ബൗളിലാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അത്ര മതി കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതാ. വലിയുള്ളി 2 എണ്ണം, ഒരു തക്കാളി മതി കേട്ടോ, 2 എണ്ണം വേണ്ട. 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കഴുകിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ 2 വലിയുള്ളി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളിയെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. 2 പച്ചമുളകും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നീളത്തിൽ. അപ്പോൾ 1 പോട്ട് റൈസാണ്, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ, ട്രൈ ചെയ്യുക. പിന്നെ ഡിഫറെൻറ്റ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാപ്സിക്കം ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഒരു ഫുള്ളായിട്ടൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചേർത്തി കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. പിന്നെ ഞാൻ ഇത് ബട്ടറിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽട്ടാക്കിയ ശേഷം ഇച്ചിരി വലിയ ജീരകം അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട്. അതൊന്ന് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും ഒരുമിച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ്. രാവിലെ സമയമില്ലാത്ത സമയമായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. അല്ലെങ്കിൽ ഓരോന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. പക്ഷെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കൊടുത്തു. പിന്നെ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടച്ചു വയ്ക്കുന്നത്. അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് ഒരു വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ എഗ്ഗ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഷോർട്ട് വീഡിയോ കാണുന്നവർ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഒന്ന് വരഞ്ഞും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഉള്ളിയൊക്കെ ആയിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ 1 മാഗി ക്യൂബും ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നന്നായി മസാലയൊക്കെ അങ്ങ് വാടി വന്ന ശേഷം എഗ്ഗ് ഇതുപോലെ ഓരോന്ന് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. എഗ്ഗിലോട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യണത്. പിന്നെ നമുക്കിത് തുറന്ന ശേഷം എഗ്ഗ് എല്ലാം അതിൽ നിന്ന് എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും എന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം, ആ ഒരു റേഷ്യോയിലാണ് ഞാൻ എടുക്കുന്നത്. നന്നായിട്ടങ്ങ് മിക്സ് ആക്കണം. ഉപ്പുണ്ടോയെന്നൊക്കെ ഈ ടൈമിൽ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് അരി നമ്മളവിടെ കഴുകി 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി പിന്നെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഇതിലോട്ട് അങ്ങ് തട്ടിക്കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുക, നമ്മൾ അടച്ചു വയ്ക്കുക. ഇങ്ങനെ ഓരോ അൽക്കുലത്ത് പരിപാടികളൊക്കെ നമ്മുടെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ.
അതെന്താണെന്നറിയില്ല, എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഇന്നത് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങ് ഉണ്ടാക്കുന്നതാണ്. അവസാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തട്ടിക്കൂട്ട് എന്നുള്ള ഒരു പേരും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, എനിക്കതിൽ ഭയങ്കര സന്തോഷമേ ഉള്ളൂ. പണ്ടേ എനിക്ക് തട്ടിക്കൂട്ട് റാണി എന്നുള്ളൊരു പേരുണ്ടായിരുന്നു. അത് ഞാൻ പതുക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വന്ന് പിന്നെ വീണ്ടും അത് വരാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഇതാ റൈസൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബിന്ദി റൈസ് എന്ന് പറയാമല്ലേ. അപ്പോൾ കുട്ടികൾക്ക് പാക്ക് ചെയ്ത് കൊടുത്ത് കുട്ടികളങ്ങ് പോയിട്ടോ. പിന്നെ വൈകുന്നേരം മുതലാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓടിക്കോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഫ്ലാഷ് ബാക്ക് ആയിരുന്നു കേട്ടോ. ഇനി ഈവനിങ് ഞാൻ അവനക്ക് ഫുഡൊക്കെ കൊടുത്ത ശേഷം ഒന്ന് അടിച്ചു വാരിയെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയെടുക്കുക. അവൻ ഇന്നേ എന്താ പറയുക, കളിച്ചിട്ട് വീണിട്ട് ആ മണ്ണോട് കൂടിയാണ് കേട്ടോ കയറി വന്നത്. പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഡീസൻ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞപ്പോൾ അവനവിടെ സ്റ്റക്കാക്കിയതാണ് കേട്ടോ. പിന്നെ ഒരു വറ്റും കൂടെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെയും വേഗം പെറുക്കി എടുത്ത് പോയി. അതാ അവനിനി റെഡിയായിട്ട് ട്യൂഷൻ പോകും. കുത്തി നിൽക്കുന്ന കാലാവസ്ഥ അവിടെ എപ്പടി പുതിയ ഡ്രസ്സാണ് കേട്ടോ മകനെ. നീ ആര്? അവിടെ വല്ല പെണ്ണുങ്ങളുണ്ടോ അതിനൊക്കെ? സത്യം പറഞ്ഞു. ഇതേത് പാൻറ്? വെറുതെ അല്ല മുള്ള്. പാടത്തൂടെയൊക്കെ കളിച്ചിട്ടുണ്ടാവില്ലേ അന്ന്? ഈ മുള്ള് വരണേ ഈ പാടത്തും പറമ്പിലൊക്കെ പോണം മോനെ. 19 കിഡ്സിനോടാണോ നീ പറയുന്നത്? 90കളിൽ ജനിച്ച ആളാണ്. സോ 90, സോ 91. സോ ഇമാതിരി ഐറ്റംസ് ഒക്കെ കണ്ട് കണ്ട് തല ആക്കി തരണോ? ട്യൂഷനൊക്കെ പോണോ? വേഗം ഇതിൻ്റെ അവിടെ പോയി നിൽക്ക്. പൈസ ഒക്കെ എടുത്തില്ലേ? ഓക്കെ ബൈ. നോക്കി പോട്ടോ. അങ്ങനെ അവൻ പോയി. അവന് ഈ ഇടയ്ക്ക് അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാടത്തും പറമ്പിലൊക്കെ കളിച്ചതിൻ്റെയാണ് ആ മുള്ള്, ഒരുമാതിരി ഒരു സാധനം നമ്മളെ ഡ്രസ്സിൽ കുത്തി നിൽക്കൂലേ അത് കേട്ടോ. അത് അവൻ എന്നോട് പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല, നമ്മളോടാണോ ബാല ഈ പറഞ്ഞ പോലെ പണ്ട് എമ്മാതിരി എന്താ പറയുക ഓടിക്കളിക്കലും. ഉച്ചയ്ക്ക് പോലും നമ്മൾ വെറുതെ ഇരിക്കില്ല. ഉമ്മമാരൊക്കെ കിടന്നുറങ്ങണ സമയത്ത് നമ്മൾ പാടത്തും പറമ്പിലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ കണ്ട് മടുത്ത സാധനങ്ങളാണ് എന്നും പറഞ്ഞ് ഞാൻ അവനെ പറഞ്ഞു വിട്ടു കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കൂടെ പോയി ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ ഇതാ ഈവനിങ് ചായ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ചായ ഫാൻസ് കുറേ പേരുണ്ട് അല്ലേ. പിന്നെ കഹാനി എവിടെയാണ് ചോദിക്കുന്നുണ്ട്, മണ്ണാർക്കാടാണ് കേട്ടോ, കല്ലടി കോളേജിൻ്റെ ഓപ്പോസിറ്റ്. ജിനിക്കുട്ടി നല്ല സുഖമുണ്ടായില്ല, എന്നാലും എല്ലാ വീഡിയോസും കാണും. ശരീരത്തിലെ പല ഭാഗങ്ങളും മരവിച്ച് തുടങ്ങി, അതിനർത്ഥം ആ ഭാഗങ്ങൾ മരിച്ചു എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമൻറ്റ് എനിക്ക് വായിച്ച് ഫുള്ളാക്കാൻ പറ്റില്ല കേട്ടോ. മൈൻഡ് വല്ലാണ്ടിരുന്നു അത് വായിച്ചപ്പോഴത്തേക്കും. എന്തായാലും മോനിക്ക് ഓൾ ദ ബെസ്റ്റ് കേട്ടോ. എല്ലാവരും ഫുൾ A+ അല്ലെങ്കിൽ 100% മാർക്ക് ഇങ്ങനെയൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷെ നമ്മൾ മക്കൾ മേടിക്കണതിന് അപ്രീഷിയേറ്റ് ചെയ്യുക, കൂടെ നിൽക്കുക. എല്ലാ മക്കളും ഒരേപോലെ ഒന്നല്ലല്ലോ. എൻ്റെ 2 മക്കളും 2 വിധത്തിലാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക വഴക്കുതൊക്കെ പറയും. പക്ഷേ സാരല്ല പോട്ടെ, നെക്സ്റ്റ് ടൈം എന്നുള്ളൊരു വാക്കും പറയൂ കേട്ടോ. അപ്പോൾ ജിനി കഹാനി ഡ്രസ്സെല്ലാം സൂപ്പർ. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. ജിനിയുടെ വീട്ടിൽ പോകാൻ ഒറ്റ ബസ് കയറിയാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുക്കറിൽ പരിപ്പ്, ഒരു കുക്കറിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ചോറ്, ഒരു കുക്കറിൽ ചെറുപയർ ഇങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ ഒറ്റ ബസ് കയറിയാൽ മതിയോ എന്ന് ചോദിക്കുന്നവരോട് ഇവിടുന്ന് ഡയറക്റ്റ് 9:15 ഒരു ബസ്സുണ്ട്. അത് കഴിഞ്ഞാൽ വേറെ ബസ്സൊന്നും ഇല്ല കേട്ടോ. ഇവിടുന്ന് ഡയറക്റ്റ് അത് മണ്ണാർക്കാട് വരെ ഉള്ളൂ. മണ്ണാർക്കാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ബസ് കയറി ഒരു ഓട്ടോ പിടിച്ചാൽ നമ്മുടെ വീടെത്തി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പരിപ്പിച്ചാറ് ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. റെസിപ്പി പറയണോ അതോ നിങ്ങളുടെ കമൻറ്റ്സ് വായിച്ച് ഇങ്ങനെ പറയണോ? കാരണം പരിപ്പിച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഒത്തിരി പറഞ്ഞതാണ് അല്ലേ. അതേപോലെ ഇക്കാൻ്റെ സ്ഥലം എവിടെയാണ് ചോദിക്കുന്നുണ്ട്. അത് പാലക്കാട് തന്നെയാണ്, ആലമരം വൈസ് പാർക്ക് ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടെ ബിസിനസ് വെച്ചത് വീട്ടിൽ പോകാനാണോ എന്നുള്ള ഒരു തരത്തിൽ എന്നോട് പലരും സംസാരിച്ചിട്ടുണ്ട്. ഒരു കമൻറ്റും എനിക്ക് അങ്ങനെ വന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ പറഞ്ഞ പോലെ
നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവിടെ ബിസിനസ് വെച്ചത്, നമ്മുടെ പാർട്ട്നേഴ്സ് അവിടെയാണ്. അതുകൊണ്ട് എനിക്ക് മാത്രമായിട്ട് ആ ബിസിനസ് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ, കാരണം എനിക്കത് നോക്കി നടത്താൻ പറ്റില്ല ഫസ്റ്റത്തെ കാര്യം. അപ്പോൾ എനിക്ക് മാത്രമായിട്ട് ഞാൻ എന്തിനാണ് വെറുതെ ഇങ്ങോട്ട് മാറ്റണം, ഇവിടെ വെക്കണം എന്നുള്ളൊരു വാശി, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നോക്കി നടത്തുന്ന ആൾക്കാരുടെ സൗകര്യമല്ലേ നമ്മൾ നോക്കേണ്ടത്. ഞാൻ വല്ലപ്പോഴും പോകുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ അത് പാലക്കാടാണെങ്കിൽ പോലും എനിക്ക് ഡെയിലി ഒന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതാണ് നല്ലതെന്ന് എനിക്കും തോന്നി. പിന്നെ വീട്ടിൽ പോലൊക്കെ കണക്കാണ്. അവിടെ പോയാലും നമ്മൾ 6, 7, 8 മണിയൊക്കെ ആവും ചിലപ്പോൾ വീട്ടിലൊക്കെ എത്താൻ. അപ്പോൾ പോയി കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഉറങ്ങി തിരിച്ചു വരും. ഇത്ര തന്നെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മളവിടെ ബിസിനസ് ഉണ്ടാക്കിയതും അവരുമായിട്ട് ജോയിൻ ചെയ്തതും ഒന്നും. എനിക്ക് ബിസിനസ് തുടങ്ങണം എന്നുള്ള ഒരു ഇത് മൈൻഡിൽ നന്നായിട്ടുണ്ട്. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, നോയ്സ് ഉണ്ടാവും കേട്ടോ. അത് കാരണമാണ്. നമ്മൾ പണ്ട് മുതലേ ഉള്ളൊരാഗ്രഹം തന്നെയായിരുന്നു ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത്. നമ്മുടെ പല ആഗ്രഹങ്ങളും നമ്മൾ പറയൊന്നുമില്ലല്ലോ. സക്സസ് ആകുമ്പോൾ ചിലപ്പോൾ അത് പറയും. പണ്ട് മുതലേ നമ്മുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആഗ്രഹം ഉണ്ടായി എന്ന് മാത്രം, ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പി നടക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഞാൻ തട്ടിക്കളയേണ്ട തോന്നി. കാരണം പഠിച്ചവനായിട്ട് നമുക്ക് തരുന്ന ഓരോ കാര്യങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനത് തട്ടിക്കളഞ്ഞില്ല. പെട്ടെന്ന് തന്നെ രാവിലെ വിളിച്ച് ചോദിച്ചു, വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഓക്കെ പറഞ്ഞു. ഇങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ അതിലോട്ട് എത്തിയത്. എന്തായാലും മാഷാല്ലാ ഇപ്പം കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ. അങ്ങനെ നമ്മുടെ പരിപ്പിച്ചാറ് ഇതാ ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ ഇതിലൊരു ചിക്കൻ്റെ റെസിപ്പി കാണിച്ചില്ലേ, അതിൻ്റെ റെസിപ്പി ഞാൻ ചിക്കൻ്റെ ഒരു വീഡിയോ കാണിച്ചില്ലേ, അതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഇപ്പം ഇടുന്നില്ല കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് ഒരു വ്ളോഗിലിടാം. ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒരു 5-6 ചോള ചക്കയും. ഈ ചക്ക കണ്ടിട്ട് കൊതി വരാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? നല്ല കട്ടിയുള്ള ചക്ക. എനിക്ക് പൊതുവേ ചോള കട്ടിയുള്ള ചക്ക ഭയങ്കര ഇഷ്ടമാണ്. മധുരം ഇച്ചിരി കമ്മിയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈവനിങ് നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് ഞാനും ഉമ്മയും കൂടി ഒന്ന് പുറത്ത് പോകണം കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കയറി നമ്മൾ പോയി ഡെയിലി ഫ്രഷ് എന്നാണ് നമ്മൾ സാധനങ്ങൾ മേടിച്ചത്. അപ്പോൾ അവിടെ പോയതും ചേച്ചി എന്നെയും വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു. ആണോ? അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സുഖമാണ് അല്ലേ. അല്ലാണ്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ബാക്കിൽ പോയിട്ടോ അവള് വന്ന് ഒരു കുന്തം പിടിച്ച് ഇങ്ങനെ പറയുന്ന ആൾക്കാരിനെക്കാട്ടിലും നല്ലതാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ നമ്മുടെ റെസിപ്പീസൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പോട്ടെ. കുറച്ചും കൂടി ഉണ്ട്. എന്താണെന്നറിയോ, അയൻകുട്ടി ഇതാ ട്യൂഷന് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 7 മണി ആവുന്നുണ്ട് കേട്ടോ അവൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് റിഹാൻ വരുമ്പോഴത്തേക്കും 7:15 ആവും. അയാൻകുട്ടിനെ വിടുന്നത് 6:30-ക്കാണ്. പിന്നെ മഴയും ബസ്സൊക്കെ പിടിച്ച് ഇങ്ങോട്ട് എത്തണ്ടേ. കഞ്ചിക്കോടാണ് ട്യൂഷൻ പോകുന്നത്. അത് കഴിഞ്ഞ് 7:15 ആകുമ്പോഴേക്കും റിഹാനും വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.